ഹലോ, എന്താ എല്ലാവരും ചെയ്യണ്? കുറെ നാളായാലും കണ്ടിട്ട്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കണ്. 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കഠിനമുള്ളൊരു പ്രശ്നത്തിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എല്ലാമുള്ള സന്തോഷമുള്ള അടിപൊളി ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് പ്രൂവൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പലരും വലിയ നിലയിലേക്ക് പല ആൾക്കാരും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവര് ഏറ്റവും വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോയിട്ടാണ് ഈ കാണുന്ന ലെവലിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അന്ന് അവർ തളർന്നു പോയി അതിൽ വീണ് കിടന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് അവരിതുപോലെ സെറ്റപ്പായിട്ട് സിറ്റുവേഷൻ നല്ലൊരു അടിപൊളി സിറ്റുവേഷൻ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആരും തളർന്നിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും സൂപ്പർ പവർഫുൾ ഉള്ള ലൈഫാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ പകച്ചു നിന്ന് പോവും. എന്ത് ചെയ്യണം, ആരോട് എന്ത് പറയണം എന്നറിയാണ്ട് നമ്മൾ നിന്ന് പോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് മറികടക്കാനുള്ള ഒരു ശക്തി, അത് മാത്രം മതി നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട്. പലരും താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ആശ്രയിക്കുന്ന എന്താണ്? ഒറ്റ ഒരു വാക്ക്, സൂയിസൈഡ് അല്ലേ? പക്ഷേ അവർക്കത് കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ഒരു ഭാഗ്യത്തിനെ പറ്റി ആരും ആലോചിക്കണില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയും തീർന്നു പോയാൽ മതി എന്ന് ആലോചിച്ച് എല്ലാവരും കയറും മണ്ണെണ്ണയ്ക്ക് എടുക്കാൻ നടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത് കടന്നു പോവും. അതായത് നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഈ പ്രപഞ്ചം നമ്മൾക്ക് ഇട്ട് തരില്ല. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാനും ഇപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള ഒരു കരുത്തില്ലേ, അതാണ് എനിക്ക് പ്രപഞ്ചം തന്നേക്കണ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മൾ പവർഫുൾ ആണ്, നമ്മളെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. ഇതിന് വലിയ സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. ഇനി ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ എന്ത് വെല്ലുവിളികളും നേരിടാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. ഇതും കടന്നു പോവും, പിന്നെയും വരും, കടന്നു പോവും. ജീവിതം അങ്ങനെയാണ്, എവിടെ വെച്ച് സ്റ്റോപ്പ് ആവില്ല. നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ആക്കരുത്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 2 രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, നമ്മൾ ചെയ്ത മണ്ടത്തരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയുടെ ഫലമായിട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചെയ്ത കുറ്റങ്ങൾ നമ്മുടെ തലയിൽ വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്. രണ്ടാണെങ്കിലും എല്ലാം കടന്നു പോവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ഇനി സബ് കോൺഷ്യസ് മൈൻഡിലെ കുറച്ച് വേർഡ്സ് നോക്കിയാലോ. നല്ലത് ചിന്തിക്കുക, നന്മ പിന്നാലെ എത്തും. മോശമായത് ചിന്തിക്കുക, തിന്മ അനുഗമിക്കും. നിങ്ങൾ ദിവസം മുഴുവനും എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾ അത് തന്നെയാകുന്നു. അതായത് നല്ല പ്രവർത്തികളും നല്ല ചിന്തകളും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുഴുവനും അതുപോലെ പോസിറ്റീവ് ആയിരിക്കും. എല്ലാം മറ്റുള്ളവരുടെ കുറവും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലും അത് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സ് തർക്കിക്കാനായിട്ട് നിൽക്കില്ല നമ്മളോട്. നിങ്ങളുടെ ബോധ മനസ്സ് എന്താണോ പറയുന്നത് അത് സ്വീകരിക്കുന്നു. അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാക്കി പ്രവർത്തിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു സാധനം വാങ്ങണം, നിങ്ങൾക്കൊരു ഐഫോൺ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം എന്ന് നിങ്ങളുടെ ബോധ മനസ്സിൽ തീരുമാനിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ഇത് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമാക്കാനായിട്ട് പ്രയത്നിക്കുന്നു. ഒരാൾ നശിക്കണം എന്ന് കാണാനാണ് നിങ്ങളുടെ ബോധ മനസ്സിനോട് പറയണേ എന്ന് വെച്ചാൽ അത് കാണാനായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സും ആഗ്രഹിക്കുന്നുണ്ടാവും. അതായത് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് സത്യവും നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയില്ല. എന്താണോ നിങ്ങൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ അതിന് കൊടുക്കുന്നത് അത് അതേപടി സ്വീകരിക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നതേ നിങ്ങളുടെ ബോധ മനസ്സെന്ന് പറയുന്നത് പടിവാതിലിൽ കാവൽക്കാരനാണെന്നാണ്. അതായത് ഉപബോധ മനസ്സിന് തെറ്റായ ആശയങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് ബോധ മനസ്സിന്റെ ജോലി. അതായത് തെറ്റായ ആശയങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലും ചുറ്റും അത് സ്പ്രെഡാവും. പിന്നെ തെറ്റു മാത്രമേ സംഭവിക്കുള്ളൂ. എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരിക്കലും പറയരുതെന്നാണ് നമ്മുടെ ഈ ബുക്കിൽ പറയുന്നത്. എൻ്റെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ഒരു വേർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാനാണ് പറയണത്. നിങ്ങൾക്കൊരു സത്യം അറിയൂ, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല, ഒരിക്കലും വിശ്രമമില്ല. അത് എല്ലായ്പ്പോഴും അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1, പ്രശ്നത്തെ അംഗീകരിക്കുക. 2, പ്രശ്നത്തെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുക. അതിന് മാത്രമേ ഏറ്റവും ഫലപ്രദമായ പരിഹാരം അറിയാൻ പറ്റുള്ളൂ ഉപബോധ മനസ്സിനെ. 3, പ്രശ്നം പരിഹാരമായി എന്ന ബോധത്തോടെ വിശ്രമിക്കുക. ഇത് 3 ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്കിൽ പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ള ഒരു ഭാഗത്ത് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞു നടക്കരുത്. കാരണം
ഇതെല്ലാം വലിയ ദോഷമാണ് നമുക്ക് ഉണ്ടാക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല മനുഷ്യരും പല രീതിയിലാണ്. നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആള് നെഗറ്റീവായിട്ടുള്ള ആളാണോ പോസിറ്റീവായിട്ടുള്ള ആളാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ബന്ധുക്കളൊക്കെ നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് മനസ്സിലാവില്ല. നമ്മളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റി അവർ പറഞ്ഞു തരുന്ന രീതി അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നന്നായിട്ട് കയറും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദിക്കാണ്ടിരിക്കുക ഏറ്റവും നല്ല കാര്യം അതാണ്. എല്ലാം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്രയും വിശ്വാസമുള്ള 1-2 പേരോട് മാത്രം നിങ്ങളുടെ പ്രശ്നത്തിനെ പറ്റി പറയാം. പിന്നെ ആരോടും പറയാതിരിക്കാം. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണെങ്കിൽ അത് വലുതാവാനും എല്ലാം നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതാണ് പറയുന്നതെന്ന് വെച്ചാൽ നീങ്ങി പോകാനും ഒക്കെ അത് കാരണമാവും. അതായത് നെഗറ്റീവ്സ് പറയുമ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. നെഗറ്റീവ്സ് ആണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി അവർ കാറ് വാങ്ങാൻ പോയിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇതിനെപ്പറ്റി എല്ലാവരോടും പറഞ്ഞു. വാങ്ങിയിട്ടില്ല കേട്ടോ, വാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു വേണ്ട, ഭയങ്കര എക്സ്പെൻസാണ്, പഴയ കാറിന് എടുക്കാൻ പോകണം, അപ്പോൾ ഭയങ്കര എക്സ്പെൻസാണ്, അത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേരൊക്കെ നല്ല മൈൻഡുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വാങ്ങിച്ചു, കുഴപ്പമില്ല, എല്ലാവർക്കും നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ്, അതായത് ഒരു കാര്യത്തിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ. പക്ഷെ അവരെടുത്തു കാറ്. ഞാനും എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി എടുത്തു, നല്ലതാ, കാറൊക്കെ അത്യാവശ്യമാണ് വീട്ടിലെപ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്, പലരും പല രീതിയിലാണ്. കൂടുതൽ ആൾക്കാർ നെഗറ്റീവ്സ് പറഞ്ഞു കൊടുക്കുള്ളൂ. ആരും ഒരാൾ നന്നാവണത് ആർക്കും കാണാൻ ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഈ പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാരില്ലേ, അത് ഞാൻ കൂടുതലും സ്ത്രീകളെയാണ് പറയുള്ളൂ. അവർക്ക് ആ ഒരു നന്നാവണത് ഒട്ടും ഇഷ്ടപ്പെടില്ല. നമ്മളെ പറ്റി വേറൊരാള് നെഗറ്റീവായിട്ട് പറയുമ്പോൾ അതുകൊണ്ട് അവർക്കും ദോഷം വരും, നമുക്കും ദോഷം വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ സീക്രട്ടുകൾ, നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാണ്ടിരിക്കുക. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മാമ്മയാണ് കേട്ടോ. അതിനൊരു 10-75 വയസ്സ് കാണും. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ പുറത്തിറങ്ങി 4 ആൾക്കാരോട് പറഞ്ഞില്ലെങ്കിൽ അതിന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ പരമാവധി ഒന്നും പറയില്ല. എങ്ങാനും പറഞ്ഞാൽ കഴിഞ്ഞു. ഈ പണ്ടത്തെ ആൾക്കാരായതുകൊണ്ടേ നമുക്ക് അവർ തിരുത്താനും പറ്റില്ല. അപ്പം എന്താ ചെയ്യുക, പരമാവധി അവരൊന്നും അറിയിക്കാണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, അമ്മാമ്മയെ പുറത്തൊന്നും പറയരുതെന്ന് പറയാൻ, നല്ലതുപോലെ പറയാം, ദേഷ്യത്തിലൊന്നും പറയാതിരിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മാമ്മ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞാലും കാര്യമില്ല, അതിങ്ങനെ പാടി നടക്കും. അതിൻ്റെ ഒരു സ്വഭാവം അതാണ്. അപ്പോൾ ഈ പൈസയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സന്തോഷങ്ങളായിക്കോട്ടെ, ഉയർച്ചയായിക്കോട്ടെ, അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇതിങ്ങനെ 4 പേരോട് പറയുമ്പോഴാണ്. എന്താ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. ഒന്നരടയ്ക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രശ്നങ്ങളാണ്. ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത അവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ മോട്ടിവേഷൻ പറയുകയാണെങ്കിലും നമ്മുടെ മൈൻഡും ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് ഓൾ. എല്ലാവർക്കും ടാറ്റ, ബൈ.